ജൂലൈ മാസത്തിൽ ഇവിടെ വരുമ്പോൾ അവളോട് ഞാൻ ദൂത് പറഞ്ഞു, നീ ഓസ്ട്രേലിയയിൽ പോകും, നിന്റെ വിവാഹം നടക്കും, നിന്റെ ജീവിതം അടിമുടി മാറും. ആദ്യമായിട്ട് വന്ന തൃശ്ശൂക്കാരി അവിടെ കല്യാണം കഴിഞ്ഞു. ജാനുവരി മാസം 11-ാം തീയതി ഓസ്ട്രേലിയയിൽ പോവാ. അപ്പൊ ഈ 5 മാസം കൊണ്ട് എന്തോ പറ്റി? ദൈവത്തിന് 5 മാസം വേണ്ട, 5 മിനിറ്റ് മതി. ദൈവത്തിന് ഒരുപാട് സമയം വേണ്ട, ദൈവത്തിന് ഒരുപാട് മണിക്കൂർ വേണ്ട. ഇന്ന് രാത്രി ഒറ്റ സെക്കൻഡ് കൊണ്ട് അത്ഭുതം ചെയ്യാൻ കരുത്തുള്ള ദൈവത്തെയാ നീ ഇന്ന് രാവിലെ സേവിക്കുന്നത്. ഈ വെളുപ്പിനെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുക, ഒറ്റ മിനിറ്റ് മതി യേശുവിന് അത്ഭുതം ചെയ്യാൻ. ദൈവനാമത്തെ മാത്രം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അഖില. ഞാനിവിടെ ബിലീവേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. തൃശ്ശൂരാണ് എൻ്റെ വീട്. ഞാനിവിടെ ജൂൺ 25-നാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അതിനു മുന്നേ എനിക്ക് പാസ്റ്ററെ കുറിച്ച് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, വീഡിയോസ് പോലും ഞാൻ കണ്ടിട്ടില്ല. പപ്പയും മമ്മിയാണ് ആദ്യമായിട്ട് പറയുന്നത്. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പാസ്റ്ററെ കാണുന്നതും പ്രസംഗം കേൾക്കുന്നതും. അല്ലാതെ മമ്മിയും പപ്പയും പറഞ്ഞു പോലും ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ വന്ന് അതുപോലെ ആ സൈഡിൽ ഇരിക്കുകയായിരുന്നു. പാസ്റ്റർ ഇതുപോലെ പ്രാർത്ഥിച്ച് പ്രസംഗിക്കുന്ന സമയത്ത് എന്നെയാണ് ആദ്യം വിളിച്ചത്. അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ഫാമിലി വന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ ഇവിടെ നിർത്തി. പാസ്റ്റർ ആദ്യം എൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞത്, ഒരുപാട് സങ്കടം കൊണ്ടാലേ വന്ന്. അതെ, ഈ ഇതുപോലെ ഞാൻ എപ്പോഴും ചിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് മാസങ്ങളായിട്ട് ബിഫോർ ഞാൻ പാസ്റ്ററെ കാണുന്നതിന് മുന്നേ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇതുപോലെ മുഖത്തൊന്നും എനിക്കതുപോലെ ചിരിക്കാനോ ഒന്നും, ചിരി വരും പക്ഷെ ഉള്ളിൽ ഫുള്ള് സങ്കടമായിരുന്നു. ഉറങ്ങാൻ പറ്റില്ല, ഡിപ്രഷൻ, കരച്ചിലായിരുന്നു. രാത്രിയൊക്കെ ഉറങ്ങാനൊന്നും, എനിക്ക് ഉറങ്ങാൻ കൊതിയായിട്ടുണ്ട്. ഞാൻ വർക്കിന് പോവും, പക്ഷേ ആ വർക്ക് കഴിഞ്ഞ് വരും, അത്രേ ഉള്ളൂ. പക്ഷെ ഒന്ന് ഉറങ്ങാനോ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ പ്രാർത്ഥന ചുമ്മാതായിരിക്കും. ബൈബിള് വായിക്കും, പ്രാർത്ഥിക്കും, പക്ഷെ അതിലേക്ക് ഇറങ്ങി നമുക്കൊരു സന്തോഷം കിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന പ്രാർത്ഥന കഴിഞ്ഞ് പാസ്റ്റർ എന്നോട് ഒരു ദൂത് പറഞ്ഞു. ഞാൻ 2022-ലാണ് ഓസ്ട്രേലിയയിലേക്കുള്ള എക്സാം എഴുതി ഞാൻ പാസ്സായി. പക്ഷേ എനിക്ക് PR വിസയ്ക്കാണ് ഞാൻ അപ്ലൈ ചെയ്ത്. എന്തെയ്താൽ എനിക്ക് വിസ പ്രോസസ്സിങ് നടക്കുന്നില്ല. ലാഗ് ചെയ്ത് ഒരു 2 ഇയേഴ്സോളം ആയി. അപ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, എവിടേക്കാണ് പോകാൻ ആഗ്രഹം പാസ്റ്റർ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓസ്ട്രേലിയയിലേക്കാണ് എക്സാം എഴുതിയത്. പിന്നെ പാസ്റ്റർ വേറൊന്നും പറഞ്ഞില്ല, പോവും 2025 ഇയറൊന്നുമല്ല, പക്ഷെ പാസ്റ്റർ പറഞ്ഞു പോവും, കല്യാണം നടക്കും, അത്രേ എന്നോട് പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് കല്യാണം എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അവിടെ ചെന്നിട്ട് അത് ഇൻ ബിറ്റ്വീനാണ് വന്നത്. അവിടെ ചെന്ന് സെറ്റിലായിട്ട് കല്യാണം കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കല്യാണമായിരുന്നു എനിക്ക് ആദ്യം വന്നത്. അതും വിത്തിൻ 10 ഡേയ്സിനുള്ളിലാണ് എൻ്റെ കല്യാണം നടന്നത്. ഞാൻ പോലും അറിയാതെ പെട്ടെന്നായിരുന്നു കല്യാണം. ഒന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം പോലും കിട്ടിയില്ലായിരുന്നു. പക്ഷെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ പപ്പയും മമ്മിയാണ് പാസ്റ്ററെ കാണാൻ വന്നത്. അപ്പോൾ പറഞ്ഞു, ഇതുപോലൊരു ആലോചന വന്നിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റർ ജസ്റ്റ് ഫോട്ടോ മാത്രം നോക്കിയുള്ളൂ, കെട്ടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ കല്യാണം കഴിച്ചത്. ഞാൻ കല്യാണം കഴിച്ചു. ഞാൻ ഐ എം വെരി വെരി ഹാപ്പി ടുഡേ. എനിക്ക് അതുപോലെയുള്ളൊരു ഹസ്ബൻഡിനെയാണ് കിട്ടിയത്. എനിക്കത് അർഹതയുള്ളവളാണോ എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് നല്ലൊരു ഹസ്ബൻഡ് തരുന്നു. പക്ഷേ ബിഫോർ മൈ മാരേജ് ഞാൻ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കുക കൂടി ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഐ ഡോണ്ട് നോ, ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതുപോലെ ഒരു ബിലീവർ പ്ലസ് നല്ലൊരു സ്നേഹമുള്ളൊരു ഭർത്താവ് എന്നെ വെയിറ്റ് ചെയ്യുകയാണ് വരാൻ വേണ്ടിയിട്ട്. സോ ഞങ്ങൾ 10 ഡേയ്സിനുള്ളിലാണ് മാരേജ് എല്ലാം കഴിഞ്ഞു. ബോംബെ വെച്ചായിരുന്നു മാരേജ്. ഇനിയിപ്പോൾ ഞാൻ 11th പോവും. ഓസ്ട്രേലിയക്കാ പോകുന്നല്ലേ? അതെ, ഓസ്ട്രേലിയയാണ് ഞാൻ പോകുന്നത്. നിങ്ങളൊന്ന് കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഈ മോള് പറഞ്ഞു നിങ്ങൾ കേട്ടോ, അവളെ ഏറ്റവും പുറകിൽ നമ്മൾ വിളിച്ചിട്ട് അവളോട് ഞാൻ പറഞ്ഞു, നീ ഓസ്ട്രേലിയയിൽ പോവും, അതിന് മുമ്പ് നിൻ്റെ കല്യാണം നടക്കും. അവിടെ ഡയറിയിൽ കല്യാണം ഇല്ല, പക്ഷെ ദൈവത്തിൻ്റെ ഡയറി കല്യാണം ഉണ്ടാ.
ഓസ്ട്രേലിയയിൽ നിന്ന് പയ്യൻ വന്നു. നിങ്ങൾ കണ്ടോ ഈ മനുഷ്യൻ കരയുന്ന കണ്ടോ നിങ്ങൾ? ഒരു കാര്യം കൂടെ ഞാൻ പറയുക, അദ്ദേഹം ആ നാട്ടിൽ ചെന്ന് എല്ലാവരോടും പറഞ്ഞു യേശു ജീവിക്കുന്നു കേട്ടോ. പറഞ്ഞ പോലെ ചെയ്യുന്നൊരു ദൈവമുണ്ട് മക്കളെ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അവൾ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛാ ഞാൻ എന്നാ ചെയ്യണ്ടേ, ഈ കല്യാണത്തിന് എന്നാ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, മോളെ ദൈവത്തിൻ്റെ ഹിതാ, കല്യാണം കഴിച്ചോ, ധൈര്യമായിട്ട് കല്യാണം കഴിച്ചോ. ദൈവം പറഞ്ഞ തെറ്റുകയില്ല. പിന്നെ ഒരു കാര്യം കൂടെ, ദൈവത്തെ കളിപ്പിക്കല്ല. ഒരാമയും പറ, ദൈവത്തെ കളിപ്പിക്കല്ല. ഞങ്ങളുടെ ഒരു കാര്യം പറയാം, ആരും നിങ്ങൾക്കില്ലേലും ഞങ്ങൾ കൂടെ വരും. യേശുവിനെ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വരും. ആ വീട്ടിൽ ഞങ്ങൾ മുട്ടുകുത്തും. ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമെന്ന് ഞങ്ങൾ ഉറപ്പാ. അതിൻ്റെ സാക്ഷികളായി നിൽക്കുന്നേ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവളെ ജനുവരി 11 ഓസ്ട്രേലിയയിലേക്ക് വിടാൻ പോവാ. കർത്താവിന് വേണ്ടി നിന്നോണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പോയിരുന്നാട്ടെ. ഐ ബ്ലസ് യു.